നമുക്കറിയാം ഒരു ദിവസം ഉറങ്ങിയില്ലേ അല്ലെങ്കിൽ കുറച്ച് സമയം ഉറങ്ങാൻ കുറഞ്ഞു പോയി എങ്കിൽ നമ്മളുടെ കൺപോളകൾ വീർത്ത് നീരുമയത്തോടു കൂടി ഇരിക്കുന്നത് കാണാം. അത് തന്നെ എക്സ്പ്രസ്ഡ് ആയൊരു ലക്ഷണമാണ്. അപ്പോൾ കണ്ണ് ഇത്രമാത്രം പുറത്ത് ഇങ്ങനെ ആയിരിക്കാൻ നമ്മുടെ ശരീരത്തിൽ ഇൻറ്റേർണൽ ഓർഗൻസിന് ഇതേപോലെ തന്നെ ചലഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾക്ക് ദൃശ്യമല്ല എന്ന് മാത്രമാണ്. അപ്പോൾ ഉറക്കം കുറഞ്ഞിരിക്കുമ്പോൾ നമ്മളുടെ സ്ട്രെസ് ഹോർമോണുകൾ സെറ്റിലാവുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തെ സ്ട്രെസ് ഫ്രീ ആക്കി വെക്കാനും അതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനുമുള്ള വാഗസ് നെർവ് എന്ന് പറയുന്ന ഒരു നെർവുണ്ട്. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുമായിട്ട് അത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ നെർവ് സെറ്റിൽ ഡൗൺ ആവുന്നില്ല എന്ന് മാത്രമല്ല, അതിന് വേണ്ടതായ ഒരു ഉന്മേഷം കിട്ടാതെ വരികയും നമ്മുടെ ശരീരം പതിയെ പതിയെ ഇൻഫ്ലമേഷനിലേക്ക് മാറുന്നു. അവിടെ ഇൻഫ്ലമേഷൻ ഉള്ളിൽ കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ സ്കിന്നാണ് അതിനെ ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ഭക്ഷണം പോലെ തന്നെ വളരെ അത്യാവശ്യമാണ്. ഉറക്കത്തിലാണ് നമ്മൾ ശരീരം റിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് അതേപോലെ തന്നെ റിജുവനേഷന് വേണ്ടി പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ഉറക്കം തന്നെയാണ്. അപ്പോൾ ഉറക്കം പ്രോപ്പറായ അളവിൽ ഒഴിച്ചു കൂടാനാവാത്തതാണ്.